എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം 12-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ചായക്കപ്പെടുത്ത് ഹേമലത അലേഖയുടെ ചുണ്ടിലേക്ക് വാത്സല്യത്തോടെ പിടിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഹേമചന്ദ്രന് നിയന്ത്രണം വിട്ടു. ഈ കുട്ടി എപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത്? അലേഖയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. ഞങ്ങൾ പപ്പിയെ കാണാൻ പോയിട്ട് വന്നപ്പോൾ അവൾ ഗേറ്റിന് മുന്നിലുണ്ട്. പാവം, സംസാരശേഷിയില്ല. പിന്നെ വീട്ടിലേക്ക് പോയിട്ടേയില്ല. ഊണ് കഴിച്ചതും ഇവിടെന്നാ. ഹേമലത അവളുടെ ശിരസ്സു തഴുകി. ഭംഗിയായി അലേഖ ചിരിച്ചു. കൈകൾ കാലുകൾക്കിടയിൽ വെച്ച് കുളിര് കോരിയതായി ഭാവിച്ചു. അവളുടെ അമ്മ അന്വേഷിച്ചു വന്നില്ലേ? ഇല്ല. ഹേമചന്ദ്രൻ അമർഷത്തോടെ വേണുജിയെ നോക്കി. ഒന്നും അറിയാത്ത മട്ടിലിരുന്ന് ഇലയട അടർത്തി രുചിയോടെ തിന്നുകയാണ് അയാൾ. കുട്ടിയെ അയൽപക്കം നിരങ്ങാൻ പറഞ്ഞു വിടുന്നത് ആ സ്ത്രീയുടെ സ്ഥിരം പരിപാടിയാ. അമ്മ അതിനെ ഇറക്കി വിടുന്നുണ്ടോ? അയാൾ അസ്വസ്ഥനായി. എന്താ ഹേമ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം കുട്ടി, എന്തു ഭംഗിയാ ഇവളെ കാണാൻ. ഒരു മാലാഖക്കുട്ടിയെ പോലെയുണ്ട്. അലേഖ്യ ഹേമചന്ദ്രനെ നോക്കി ചിരിച്ചു. ഇറങ്ങിപ്പോവച്ചേ, നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? അയാൾ ദേഷ്യപ്പെട്ടു. അവളുടെ മുഖം പെട്ടെന്ന് വാടി. നീ ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്തവനായി പോയല്ലോ ഹേമ. അങ്കിള് പറയുന്നതൊന്നും മോള് കാര്യമാക്കണ്ട കേട്ടോ. ഹേമലത അവളെ ആശ്വസിപ്പിച്ചു. അങ്കിളല്ല, മൈ പപ്പ എന്ന് അവൾ പറയുമെന്ന് ഹേമചന്ദ്രൻ ഭയപ്പെട്ടെങ്കിലും അലേഖ്യ മിണ്ടാതിരുന്നതേയുള്ളൂ. ആ കുട്ടി ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് ഹേമൻ ഇഷ്ടമല്ല പെങ്ങളെ. അവന്റെ ലാപ്പിലോ മറ്റോ തൊട്ടുന്നതാ കാരണം. പിന്നെ അവൾക്ക് കുരുത്തക്കേട് അല്പം കൂടുതലാ. വേണുജി തൊട്ടും തൊടാതെയും പ്രതികരിച്ചു. ഒരു കുരുത്തക്കേടും ഞാൻ ഇതുവരെ കണ്ടില്ല. പാവം, എന്റെ പിന്നാലെ പൂച്ചക്കുട്ടിയെപ്പോലെ തൊട്ടും തലോടിയും നടക്കുക. എന്തു രസാ എന്റെ സുന്ദരി കുട്ടിയെ കാണാൻ. ഹേമലത പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ കൈവച്ചു. പേരൊന്നും മനസ്സിലാക്കാൻ പെട്ട പാട്. പിന്നെ എഴുതി കാണിച്ചു തന്നു അലേഖ്യാന്ന്. ഹേമചന്ദ്രൻ ദൈവത്തെ മനസ്സിൽ വിളിച്ചുപോയി. പപ്പയുടെ പേര് ചോദിച്ചിരുന്നെങ്കിൽ അതവൾ എഴുതി കാണിച്ചേനെ. ചോദിക്കാതെ തന്നെ പറയുന്നതാണ്. ഇനി അവൾ മകളെ വിലക്കി വിട്ടതാണോ? ഈ കുട്ടിയുടെ അമ്മ എന്തു ചെയ്യുന്നു? അതുവരെ മിണ്ടാതിരുന്ന ചന്ദ്രഹാസൻ ചോദിച്ചു. അവൾ ഇവിടെ ഒരു ഹോസ്പിറ്റലില നഴ്സാണ്, വേണുജി പറഞ്ഞു. ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു? അയാൾ ഷിപ്പ്യാർഡില, ഏതോ വലിയ പോസ്റ്റാ. ആളുകളുമായി അടുക്കാൻ താല്പര്യമില്ലാത്ത ടൈപ്പാ. ഞങ്ങൾ മിണ്ടാനൊന്നും പോയിട്ടില്ല. ഫുൾ ടൈം തണ്ണിയാ. ഹേമചന്ദ്രന് അമ്പരപ്പാണുണ്ടായത്. വേണുമാമ ഇങ്ങനെ മാറ്റിപ്പറയാൻ കാരണമെന്താ? അവളൊരു ടീച്ചറാണെന്നും ഡിവോഴ്സി ആണെന്നുമല്ലേ പറയേണ്ടത്? ആ, നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ, വിശേഷങ്ങൾ പറയാനുണ്ട്. ഹേമചന്ദ്രന്റെ നിൽപ്പ് കണ്ട് വേണുജി പറഞ്ഞു. ഹേമചന്ദ്രൻ മുറിയിലേക്ക് നടന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും ഹേമന്റെ ചിന്ത ഒന്നു മാത്രമായിരുന്നു. ഉച്ചയ്ക്ക് കയറി വന്ന കുട്ടി പപ്പയുടെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവൾ വിലക്കിയിട്ടുണ്ടെന്ന് തീർച്ച. ആദ്യം കുട്ടിയെ അച്ഛനും അമ്മയ്ക്കുമിടയിൽ ഒരു പരിചയപ്പെടുത്തലാവും അവളും വേണുജിയും ലക്ഷ്യമിടുന്നത്. ഇപ്പൊ തന്നെ കുട്ടി അമ്മയുടെ ഹൃദയം കവർന്നു കഴിഞ്ഞു. 2 ദിവസം കൂടി കഴിയുമ്പോൾ അവൾ അമ്മയ്ക്ക് ഓമനയാവും. മൈ ഗോഡ്, എന്തൊരു കുടില തന്ത്രമാണിത്. ഹേമചന്ദ്രൻ ഡൈനിങ് ഹാളിൽ വന്നു. ടേബിളിൽ കാലാട്ടി അലേഖ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ കൈമുദ്ര കാണിക്കുകയാണ്. ദൈവമേ, ഇതിന്റെ ഭാഷയൊന്ന് പഠിക്കുന്നത് എങ്ങനെ? വേണുവേട്ടൻ അറിയോ? കൗതുകത്തോടെ ഹേമലത വേണുജിയോട് ചോദിച്ചു. മുത്തശ്ശിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ് അവൾ ചോദിക്കുന്നത്, വേണുജി പറഞ്ഞു. അതേന്ന് അലേഖ ചിരിച്ച് തലയാട്ടി. ഇപ്പോ മുത്തശ്ശിയും മുത്തച്ഛനും മാത്രമേ ഉള്ളൂ. മോള് ഞങ്ങളുടെ കൂടെ വരുന്നോ? വരാമെന്ന് അവൾ പറഞ്ഞു. പിന്നെ ഹേമലതയുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു. ഒരു കൈമുദ്ര കാണിച്ചു. എന്താ വേണുവേട്ട ഈ കുട്ടി പറയണേ? മൈ സ്വീറ്റ് മുത്തശ്ശിന്ന്. ഹേമചന്ദ്രൻ ചുട്ടുപഴുത്തു. വേണുമാമയ്ക്ക് അവളുടെ ഭാഷ നല്ല വശമാണ്. അവളുടെ അമ്മയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം, ഹേമചന്ദ്രൻ കൊള്ളിച്ചു പറഞ്ഞു. വേണുജിയുടെ മുഖം കണ്ടപ്പോൾ അമ്പ് കൊണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആ, ഞാൻ കുട്ടികളുടെ ഡോക്ടറല്ലേ ഹേമ? വേണുജി പിടിച്ചു നിന്നു. ഹേമചന്ദ്രൻ അലേഖയുടെ നേരെ ചെന്നു. വന്നിട്ട് കുറെ നേരമായല്ലോ. നിന്റെ വീട്ടിലേക്ക് പോകച്ചേ. നിന്നെ അന്വേഷിച്ച് അവിടെ നിന്ന് ആരും വരില്ല. ഒട്ടും ഭയമില്ലാതെ അയാൾ പറഞ്ഞു. സങ്കടത്തോടെ അലേഖ അയാളെ നോക്കി. അതവിടെ ഇരുന്നാൽ നിനക്കെന്താ ഹേമ? ഹേമലത ചായ പകർന്ന് അയാൾക്ക് കൊടുത്തു. ചെറിയ കുട്ടിയൊന്നുമല്ല. ഇവിടത്തെ കാര്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഇതിനുണ്ട്. നീ പോകച്ചേ. അയാൾ ഒരു കൈയിൽ തൂക്കി അലേഖയെ താഴെ നിർത്തി. വേണുജിയെ നോവിക്കുകയായിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം. എന്താ ഹേമ, വിടവളെ.
ഹേമലതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഇത് ഭയങ്കര ശല്യ. കയറഴിച്ചു വിട്ടിരിക്കുക ഇതിന്റെ തള്ള. ആരുടെയെങ്കിലും തലയിൽ ചെന്ന് കയറാൻ. കടന്നു പോടി. സങ്കടത്തോടെ ചുണ്ടു കൂർപ്പിച്ച് അലേഖ്യ ഹേമലതയുടെ സാരിയിൽ പിടിച്ച് പിന്നിലേക്ക് മറഞ്ഞു. പതുക്കെ അവൾ മുഖം നീട്ടി യാചനയോടെ അയാളെ നോക്കി. എടി പോകാൻ! അയാൾ കയർത്തു. അവൾ തല വലിച്ച് പിന്നിൽ മറഞ്ഞു. വേണുജി മുഖം കുനിച്ചിരുന്നു. ഒരു മിണ്ടാപ്രാണിയാണെന്ന ദയെങ്കിലും കാണിക്കുക ഹേമ. കഷ്ടം, നിന്റെ മനുഷ്യത്വം നശിച്ചോ? ഹേമലത പരിതപിച്ചു. കുട്ടികൾ സ്വന്തം വീട്ടിലാ നിൽക്കേണ്ടത്. ഇത് നാട്ടുംപുറമൊന്നുമല്ല. ഉച്ചയ്ക്ക് ഈ കുട്ടി കയറി വന്നതാ. ഇപ്പൊ സമയം എന്തായി? ഇതിനെ നോക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ആരെങ്കിലും നോക്കിക്കൊള്ളുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അതവരുടെ മനസ്സിലിരുന്നാ മതി. ഹേമചന്ദ്രൻ കലി കൊണ്ട് വിറച്ചു. വേണുജി പ്രതികരിക്കാതിരുന്നു. ഇറങ്ങിപ്പോവണ്ണേ! ഹേമചന്ദ്രൻ ഒച്ചയെടുത്തു. ഹേമലത അമ്പരന്നു പോയി. അലേഖ്യ ഹേമലതയെ ചുറ്റിപ്പിടിച്ചു. നിനക്കെന്താ ഹേമ? അതവിടെ എവിടെയെങ്കിലും നിന്നോളും, ചന്ദ്രഹാസൻ പറഞ്ഞു. അച്ഛൻ ഇതിന്റെ പ്രകൃതം അറിയാഞ്ഞിട്ടാ. അടുത്തു കൂടിയ പിന്നെ ശല്യ. വീട്ടിൽ പൊറുതി മുട്ടിയിട്ടാ ഇതിന്റെ തള്ള പുറത്തിറക്കി വിട്ടത്. നേരം ഇത്രയായിട്ടും ആ സ്ത്രീ അന്വേഷിച്ചു വന്നോ? വരില്ല. രാത്രിയായാലും വരില്ല. ഇവിടെ കിടന്നുറങ്ങിയാൽ അതും സൗകര്യമെന്നവർ കരുതും. ആ, ഹേമൻ പറയുന്നത് ശരിയാ. കുട്ടിയെ അന്വേഷിച്ച് ആരും വന്നില്ലല്ലോ. ഇനി ആ വീട്ടിൽ ആരുമില്ലേ? അമ്മ ഡ്യൂട്ടിക്ക് പോയതാവുമോ? സെർവന്റില്ലേ? ചന്ദ്രഹാസനും സംശയിച്ചു. അവൾ അവിടെ കാണും. കുട്ടിയെ നോക്കാനല്ലല്ലോ അവൾക്ക് സമയം. ഹേമലത കുട്ടിയെ മുന്നോട്ട് പിടിച്ചു നിർത്തി. മോളുടെ മമ്മി വീട്ടിലില്ലേ? അവൾ കരയാൻ വെമ്പുന്നുണ്ടായിരുന്നു. എങ്കിലും മമ്മി ഉണ്ടെന്ന് തലയാട്ടി. മോള് പോയിട്ട് പിന്നെ വാ, സ്നേഹത്തോടെ ഹേമലത പറഞ്ഞു. സങ്കടത്തോടെ പോവില്ലെന്ന് അവൾ തല ചലിപ്പിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ? അനുഭവത്തിൽ നിന്നാ ഞാനിത് പറയുന്നത്. പറ്റിക്കൂടിയ ഇതൊരു ശല്യ. ഇങ്ങോട്ട് വാടി. ഹേമചന്ദ്രൻ അലേഖയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവൾ ഞെട്ടിപ്പോയി. അയാൾ വലിച്ചു തൂക്കി പുറത്തേക്ക് കൊണ്ടുപോയി. അവൾ കരഞ്ഞ് പ്രതിരോധിച്ചു. അയാൾ സിറ്റൗട്ടിലേക്ക് അവളെ പിടിച്ചിറക്കി. വേഗം പൊക്കോ, നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. പപ്പ പപ്പ എന്ന് ചുണ്ടനക്കി അവൾ കരഞ്ഞു. ഹേമചന്ദ്രൻ കോപത്താൽ ആളിക്കത്തി. ഇറങ്ങിപ്പോടി അസത്തെ! ഹേമലത അവിടേക്ക് വന്നു. ഹേമ, ആരെങ്കിലും കണ്ടാൽ മോശ. അവൾ അകത്ത് കയറാതെ അയാൾ വാതിലടഞ്ഞു നിന്നു. ഒരിടം കിട്ടിയാൽ പാഞ്ഞു കയറാനായി അവളും. വേണുമാമേ, ഹേമൻ വിളിച്ചു. വേണുജി അവിടേക്ക് വന്നു. ഇതിനെ ആ വീട്ടിലേക്കൊന്ന് കയറ്റിവിടാമോ? അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. പോയാൽ അറിയാമല്ലോ. അതൊരു താക്കീതായിരുന്നു. വേണുജി അയാളെ ഒന്ന് നോക്കി. പിന്നെ പുറത്തിറങ്ങി അലേഖയെ എടുത്തു. മോള് വാ, ഇനി ഇവിടെ നിന്നാ ഹേമൻ നിന്നെ തല്ലും. അയാൾ കുട്ടിയുമായി ഇറങ്ങിപ്പോയി. തിരിഞ്ഞു നോക്കി അവൾ കരയുന്നുണ്ടായിരുന്നു. ജ്വലിച്ചുകൊണ്ട് ഹേമചന്ദ്രൻ അകത്ത് വന്നു. നീ ഇത്ര ശോഭിക്കാൻ എന്താ കാരണം? ഹേമലത ചോദിച്ചു. വലിയ ശല്യമാമേ. മുറിയിൽ കയറി കാട്ടിക്കൂട്ടാത്ത കുരുത്തക്കേടില്ല. എന്റെ ലാപ്ടോപ്പ് കേടുവരുത്തുക വരെ ചെയ്തു. ഒരു സ്ഥലത്തടങ്ങിയിരിക്കില്ല. അതിനുശേഷം എനിക്കതിനെ കാണുന്നതേ ദേഷ്യ. അയാൾ വന്നിരുന്ന് ചായ കുടിച്ചു. അറിവില്ലാത്ത കുട്ടിയല്ലേ, കയറി വന്നാൽ ഇങ്ങനെ ആട്ടി ഓടിക്കരുത്. ഈശ്വരൻ ക്ഷമിക്കില്ല, വേദനയോടെ ഹേമലത പറഞ്ഞു. പെട്ടെന്ന് നിറഞ്ഞുപോയ കണ്ണ് തുടയ്ക്കുകയും ചെയ്തു. ചന്ദ്രഹാസൻ അവരെ നോക്കി. ആ, അതിന്റെ പേരിൽ കിട്ടുന്ന ശിക്ഷയൊക്കെ ഞാൻ സ്വീകരിച്ചോളാം, ഹേമചന്ദ്രൻ പറഞ്ഞു. മനസ്സ് നൊന്ത് ഹേമലത അകത്തേക്ക് പോയി. ആ കുട്ടിയുടെ അമ്മ അത്ര ശരിയല്ലച്ച. മോശം വാർത്തകളാ അവളെക്കുറിച്ച് കേൾക്കുന്നത്. കുട്ടിയെ അകറ്റി നിർത്താൻ ഒരു കാരണം അതാ. ചന്ദ്രഹാസന്റെ നേരെ ഹേമചന്ദ്രൻ തിരിഞ്ഞു. ആ, അങ്ങനെ വരട്ടെ. നിന്റെ വെറുപ്പ് കണ്ടപ്പോഴേ എന്തോ തക്കതായ കാരണമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ചന്ദ്രഹാസൻ തലയാട്ടി. വേണുമാമയ്ക്ക് ആ കുട്ടിയോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞാനുണ്ടെങ്കിൽ അതിങ്ങോട്ട് വരാറായില്ല. പടി കേട്ടില്ല ഞാൻ അതിനെ. ആൾക്കാരെ കൊണ്ട് പഴി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതെ, അകറ്റി നിർത്തേണ്ടതിനെ അകറ്റി തന്നെ നിർത്തണം. വേണുജി കയറി വന്നു. കുട്ടി ഉറങ്ങു നിന്ന അമ്മ കരുതിയത്. സോറിയും പറഞ്ഞു. അയാൾ അറിയിച്ചു. അവളൊരു പേരുദോഷക്കാരിയാണെന്ന് ഹേമൻ പറഞ്ഞു. അവരുമായി അടുപ്പമൊന്നും വേണ്ട, വേണുജിയോട് ചന്ദ്രഹാസൻ താക്കീതുപോലെ പറഞ്ഞു. വേണുജി ഹേമചന്ദ്രനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. വിവാഹ കാര്യത്തിലേക്ക് ചന്ദ്രഹാസൻ വന്നു. പപ്പിയെ എനിക്കും ഹേമയ്ക്കും ഇഷ്ടപ്പെട്ടു. മേനോന്റെ കയ്യിൽ നിന്ന് ഞാൻ അവളുടെ ജാതകം വാങ്ങി. വാര്യരെ ഫോണിൽ വിളിച്ച് ജനനസമയം പറഞ്ഞു. നല്ല പൊരുത്തമുണ്ടെന്ന് വാര്യർ വിളിച്ചു പറയുകയും ചെയ്തു. ഹേമചന്ദ്രന്റെ മുഖം വികസിച്ചു. മേനോനും ബന്ധുക്കളും ഞായറാഴ്ച വീട്ടിലേക്ക് വരും.
അന്ന് തന്നെ വിവാഹ തീയതി കുറിക്കാനാ എന്റെ തീരുമാനം. വേണുജിയുടെ ഭാവപ്പകർച്ച ഹേമചന്ദ്രൻ ശ്രദ്ധിച്ചു. എല്ലാം അച്ഛൻ നിശ്ചയിക്കും പോലെ. ചന്ദ്രഹാസൻ കനപ്പിച്ചൊന്നു മൂളി. ഹേമചന്ദ്രൻ മുറിയിലേക്ക് പോയി. വേണുജി പുതിയ കരുനീക്കങ്ങൾ ആരംഭിക്കുമെന്ന് ഉറപ്പാണ്. അയാളുടെ ഇനിയുള്ള ഓരോ ചലനവും ശ്രദ്ധിച്ചേ തീരൂ. സെല്ലെടുത്ത് ഹേമൻ റോയ് പെരേരയെ വിളിച്ചു. റിംഗ് ചെയ്ത് കുറെ കഴിഞ്ഞാണ് അയാളുടെ സ്വരം കാതിലെത്തിയത്. റോയ്, നിങ്ങൾ എവിടെയാണ്? വൈറ്റ്ലയിലുണ്ട് സാർ. എന്റെ വിവാഹം ഞായറാഴ്ച ഉറപ്പിക്കാൻ പോവുകയാണ്, അറിയാമല്ലോ. അത് പൊളിക്കാൻ വേണുജി എല്ലാ അടവും പയറ്റും. റോയ് എന്നെ സഹായിക്കണം. പറയണം സാർ. മീര ഇവിടെ നിന്ന് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. കുട്ടിയെ പകൽ മുഴുവനും ഇങ്ങോട്ട് അയച്ചു. കുട്ടിയെ ആദ്യമൊന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അയാളുടെ ഉദ്ദേശമെന്ന് വ്യക്തം. കുട്ടി വളരെ സൈലന്റ് ആയിരുന്നു. ഹേമചന്ദ്രൻ ജനലിനടുത്ത് ചെന്ന് നിന്നു. ഞാൻ എന്താ വേണ്ടത് സാർ? തൃശൂരിൽ മദർ മാഗ്ദലിൻ സേവനമനുഷ്ഠിച്ച ഓർഫനേജ് നിങ്ങൾ കണ്ടെത്തണം. മീരയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അവൾ ഇവിടെ തന്നെയുണ്ട്. ശരി സാർ. നാളെ തന്നെ നിങ്ങൾ തൃശൂർക്ക് പോകണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എനിക്ക് സെൻഡ് ചെയ്തേക്ക്. പണം അക്കൗണ്ടിലിട്ട് തരാം. ഓക്കെ സാർ. ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്തു. കടവന്ത്ര മിയ റെസ്റ്റോറന്റിന് മുന്നിൽ പത്മപ്രിയയുടെ മഞ്ഞ നിറമുള്ള സ്പാർക്ക് വന്നു നിന്നു. ഹോട്ടലിന് മുന്നിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവൾ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. AC റെസ്റ്റോറന്റ് ആയിരുന്നു അത്. വലിയ തിരക്കൊന്നുമില്ല. ഹായ് പപ്പി. ഒരു കോർണറിലിരുന്ന് യോഗേഷ് വിഷ് ചെയ്തു. അവൾ അങ്ങോട്ട് ചെന്നു. അവനെതിരെ കസേര വലിച്ചിട്ടിരുന്നു. യോഗേഷിന്റെ മുഖത്ത് ഒരു ചിരി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അവൾ ബാഗും സെല്ലും ടേബിളിൽ വെച്ചു. എന്താ വേണ്ടത്? ചെലവ് ഞാൻ വഹിക്കും, നീ ഓർഡർ ചെയ്തോ? അവൾ പറഞ്ഞു. ഓക്കെ, നിന്നെ ഓസിയുള്ള ശീലമല്ലേ എനിക്കുള്ളൂ. വെയിറ്റർ വന്നപ്പോൾ അവൻ മെനു വാങ്ങി കാര്യമായി ഓർഡർ കൊടുത്തു. കുറിച്ചെടുത്ത് വെയിറ്റർ പോയി. എന്നെ കാണില്ല, വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളല്ലേ, എന്തു പറ്റി? പിന്നിലേക്ക് ചാരിയിരുന്ന് അവൻ ചോദിച്ചു. നിനക്കെന്നോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ മറുപടി തരണം. അതിനെന്താ? പപ്പി ചോദിച്ചോളൂ. അറിയാവുന്നത് ഞാൻ പറയാം. നിന്നോട് ഞാൻ കള്ളം പറയില്ല. അവൾ അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. കള്ളത്തരമൊന്നും അവന്റെ മനസ്സിലില്ലെന്ന് അവൾക്ക് തോന്നി. മീരയെ എവിടെ നിന്ന് നീ സംഘടിപ്പിച്ചു? പറയാതിരിക്കാൻ വയ്യ. അത്രയും സൗന്ദര്യമുള്ള സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. കറക്റ്റ്. അപ്പോ കാര്യങ്ങൾ നിന്റെ കാതിലും എത്തിയല്ലേ? അവൾ മൂളി. ആ കുട്ടി ഹേമചന്ദ്രൻ്റെതാ. തൃശ്ശൂരിൽ അയാൾ ജോലി ചെയ്ത സമയത്ത് പറ്റിപ്പോയ അബദ്ധ. ഇത്രയും കാലം ചെലവിന് കൊടുത്ത് രഹസ്യമാക്കി വെച്ചു. ഒടുവിൽ ഭൂതം കുടത്തിന്ന് പുറത്തു ചാടി. പത്മപ്രിയ ചിരിച്ചു. ഹേമചന്ദ്രൻ ആള് കൊള്ളാലോ, എന്നിട്ടാണോ എന്റെ പിന്നാലെ കൂടിയത്? അവൾ അത് വിശ്വസിച്ചില്ലെന്ന് അവന് മനസ്സിലായി. യോഗിക്ക് എങ്ങനെ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു? ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല, അവൾ ഇവിടെ അന്വേഷിച്ചെത്തിയതാ അയാളെ. വിവരമറിഞ്ഞ് ഞാൻ അവളെ ചെന്ന് കണ്ടു. എന്നോടവൾ എല്ലാം പറഞ്ഞു. അപ്പോ യോഗിയല്ലേ ആ വില്ല എടുത്തു കൊടുത്തത്? അല്ല. അവളെപ്പറ്റി യോഗി എങ്ങനെ അറിഞ്ഞു? അത് പപ്പിയുടെ ഡാഡ് എന്നെ വിളിച്ചിരുന്നു. മീരയെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാണോ എന്ന് ചോദിച്ചു. സത്യത്തിൽ കാര്യങ്ങൾ അപ്പം മാത്രമാണ് ഞാൻ അറിയുന്നത്. പിറ്റേന്ന് തന്നെ അവളെ കാണാൻ ഞാൻ അങ്ങോട്ട് ചെന്നു. അത് കണ്ട് ഹേമചന്ദ്രൻ എന്നോട് കോർക്കാനും വന്നു. ഞാനും വിട്ടുകൊടുത്തില്ല. അവളെയും കുട്ടിയെയും ഇറക്കിയത് ഞാനാണെന്ന് വിളിച്ചു പറഞ്ഞു. അല്ല പിന്നെ. അവൻ ചിരിച്ചു. പത്മപ്രിയ ആലോചിച്ചിരുന്നു. ഹേമേട്ടൻ പറഞ്ഞതാണ് വാസ്തവം. അവൾക്ക് പിന്നിൽ യോഗിയല്ല, വേണുജി തന്നെ. ഓർഡർ ചെയ്ത ഭക്ഷണം ടേബിളിലെത്തി. ഏതു നിമിഷവും പപ്പി എന്നെ വിളിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ. ഫോൺ റിങ് ചെയ്യുമ്പോൾ അത് പപ്പിയാവണമെന്ന് പ്രാർത്ഥിച്ചാ എടുക്കാറ്. അങ്ങനെ ഇന്ന് എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. നിർവൃതിയോടെ അവൻ പറഞ്ഞു ചിരിച്ചു. അവനോട് അവൾക്ക് സഹതാപം തോന്നി. അവളെയും കുട്ടിയെയും പറ്റി ഹേമചന്ദ്രൻ പപ്പിയോട് എന്തെങ്കിലും പറഞ്ഞോ? പ്ലേറ്റ് നീക്കിവെച്ച് അവൻ ചോദിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ ഒരു കുട്ടി പപ്പയെന്ന് വിളിച്ച് ശല്യപ്പെടുത്തുന്ന കാര്യം പറഞ്ഞത്. തനിക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത്. യോഗിയ അവളെ പണം കൊടുത്ത് കൊണ്ടുവന്നതെന്നാണ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പപ്പിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? അതിന് എന്നെ പഴി പറഞ്ഞാൽ മതിയല്ലോ. ഒരു വെടിക്ക് 2 പക്ഷി. രാക്ഷസൻ തന്നെ അയാൾ. അതിനുശേഷം ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛനും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. വെറും 3 മാസത്തെ പരിചയം മാത്രമല്ലേ ഉള്ളൂ ഹേമചന്ദ്രനോട്. യോഗേഷ് മൊത്തത്തിലൊന്ന് ഉഷാറായി. അയാളുമായുള്ള മുഴുവൻ കണക്ഷനും അവൾ വിച്ഛേദിച്ചെന്ന് അവന് മനസ്സിലായി. എന്തായാലും രക്ഷപ്പെട്ടത് പപ്പിയ. നല്ല നേരത്താ മറ്റവൾ കുട്ടിയുമായി എൻട്രി ആയത്.
ആ കുട്ടി ഹേമചന്ദ്രൻ്റെതാണെന്ന് അവൾ യോഗിയോട് പറഞ്ഞോ? ആദ്യം കാണുന്ന ഒരാളോട് അങ്ങനെ തുറന്നടിക്കോ യോഗി? അവൻ ആ ചോദ്യം തീരെ പ്രതീക്ഷിച്ചില്ല. അവളുടെ മൂർച്ചയുള്ള നോട്ടം കൂടി ഏറ്റപ്പോൾ അവൻ പതറി. അത് പിന്നെ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. കള്ളം പറയാൻ നിനക്ക് പറ്റില്ലടാ. നീ സത്യം പറ. എന്നുവച്ച് ഹേമചന്ദ്രനുമായി എനിക്ക് ഒരടുപ്പവും ഇനി ഉണ്ടാവില്ല. പെണ്ണിന്റെ മനസ്സിൽ ഒരു ആണിനെക്കുറിച്ച് സംശയം വീണ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. അയാളെ ഉൾക്കൊള്ളാൻ ഇനി എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞത് നുണയാ. ചേച്ചിയുടെ മോക്ക് ട്യൂഷൻ എടുക്കാമോ എന്ന് പറഞ്ഞാ ഞാൻ ഇടിച്ചു കയറിയത്. പക്ഷേ പപ്പി, ഹേമചന്ദ്രന് അവളുമായി കണക്ഷൻ ഉണ്ടായിരുന്നു. അവൻ കളവ് പറഞ്ഞത് സമ്മതിച്ചു. അത് ഉറപ്പല്ലേ? സുന്ദരിയും ടീച്ചറുമായ ഒരു പെണ്ണ് വെറുതെ വരില്ലല്ലോ. നമുക്കത് പൊളിക്കണം. ഹേമചന്ദ്രന്റെ കുട്ടിയാണതെങ്കിൽ അയാളെ കൊണ്ട് ആ സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിക്കണം. നീ എന്റെ കൂടെ നിൽക്കുമോ? ഷുവർ പപ്പി. അവന് സന്തോഷമായി. എങ്കിൽ അവൾ എവിടെ നിന്നാണ് വന്നതെന്ന് നീ കണ്ടുപിടിക്കണം. ആ വില്ലയുടെ ഓണറെ നീ ചെന്ന് കാണണം. അയാൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പപ്പി എന്നെ വിശ്വാസത്തിലെടുത്തതിൽ എനിക്ക് സന്തോഷമായി. ഹേമചന്ദ്രനെ നമ്മൾ തൊലി ഉരിച്ചു നിർത്തും. അവൻ ആവേശം കൊണ്ടു. നിന്നെക്കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട് യോഗി, അവൾ മനസ്സിൽ ചിന്തിച്ചു. തൃശ്ശൂരിലെത്തിയ ഡിറ്റക്റ്റീവ് റോയ് പെരേര ഒല്ലൂരിലേക്ക് പോയി. അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഓർഫനേജ് ഇല്ലെന്ന് മനസ്സിലായി. മീര പറഞ്ഞത് കളവാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു. ഒല്ലൂരിലെ ഓട്ടോ ഡ്രൈവറായ സുരേഷ് 14 കിലോമീറ്റർ അകലെ സന്യാസിനി സമൂഹം നടത്തുന്ന ഒരു അനാഥാലയമുള്ള വിവരം പറഞ്ഞു. സുരേഷിന്റെ ഓട്ടോയിൽ അയാൾ അങ്ങോട്ട് തിരിച്ചു. ബഥനി നിലയം എന്നായിരുന്നു അതിന്റെ പേര്. വൈകുന്നേരം 5 മണിയോടെ അയാൾ അവിടെ എത്തി. പുറമേ നിന്ന് കണ്ടപ്പോൾ വളരെ പഴക്കം തോന്നിയ കെട്ടിടമായിരുന്നു അത്. ഓടുപാകിയ വലിയ ഇരുനില കെട്ടിടം. നിറയെ മരങ്ങൾക്കിടയിലാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ബാഗിൽ നിന്ന് ഹിഡൻ ക്യാമറയുള്ള കണ്ണടയെടുത്ത് റോയ് പെരേര മുഖത്ത് വെച്ചു. അവിടെ നിന്ന് ബഥനി നിലയത്തിലേക്ക് അയാൾ നോക്കി. ക്യാമറ അതിന്റെ പണി തുടങ്ങി. തുരുമ്പെടുത്തു തുടങ്ങിയ ഗേറ്റ് അല്പം തുറന്ന് അയാൾ അകത്ത് പ്രവേശിച്ചു. മുറ്റത്ത് വെളുത്ത വസ്ത്രം ധരിച്ച് ഏതാനും സ്ത്രീകളെ കണ്ടു. അവർ അയാളെ കണ്ട ഭാവം നടിച്ചില്ല. റോയ് പെരേര പൂമുഖത്തിന് നേരെ നടന്നു. മനോഹരമായ ഒരു ഉദ്യാനം മുറ്റത്തുണ്ടായിരുന്നു. 4-5 പടവുകൾ കയറി വേണം പൂമുഖത്ത് കയറാൻ. ഷൂസ് അഴിച്ചിട്ട് അയാൾ പടികൾ കയറി. ഒരു തറവാട് വീട് പോലെയാണ് പൂമുഖം റോയ് പെരേരയ്ക്ക് അനുഭവപ്പെട്ടത്. ചുവരിൽ ചില്ലിട്ട് വച്ചിരിക്കുന്ന സന്യാസിനിമാരുടെ ചിത്രങ്ങൾ. അൽഫോൻസാമ്മയുടെ ചിത്രമാണ് കൂട്ടത്തിൽ വലിപ്പത്തിലുള്ളത്. ദൈവികമായ ഒരു അനുഭൂതി റോയ് പെരേരയ്ക്ക് അനുഭവപ്പെട്ടു. യുവതിയായ ഒരു സിസ്റ്റർ സന്ദർശകന്റെ വരവറിഞ്ഞ് അങ്ങോട്ട് വന്നു. റോയ് പെരേര അവരെ വന്ദിച്ചു. സിസ്റ്ററും തിരികെ വന്ദിച്ചു. മദർ മഗ്ദലിൻ സേവനമനുഷ്ഠിച്ച സ്ഥാപനമല്ലേ ഇത്? അയാൾ ചോദിച്ചു. അതെ, അതാണ് മദർ. ചുവരിലിരുന്ന ഫോട്ടോ സിസ്റ്റർ കാണിച്ചു കൊടുത്തു. റോയ് പെരേര ഫോട്ടോയിൽ നോക്കി. കാരുണ്യം നിറഞ്ഞ മുഖം. അയാൾ നെഞ്ചിൽ കൈവച്ച് നമിച്ചു. താങ്കളുടെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. എനിക്കിവിടെ താമസിച്ചിരുന്ന ഒരാളെക്കുറിച്ച് ചില വിവരങ്ങൾ അറിയാനുണ്ട്. ഇപ്പോഴത്തെ മദർ ആരാണ്? നിങ്ങൾ പറഞ്ഞോളൂ, ആരെക്കുറിച്ചാണ് അറിയേണ്ടത്? 5 വർഷം മുമ്പ് ഇവിടെ കഴിഞ്ഞിരുന്ന മീര എന്നൊരാളെക്കുറിച്ച്. നിങ്ങളിരിക്കൂ, ഞാൻ മദറിനോട് വിവരം പറയാം. സിസ്റ്റർ അകത്തേക്ക് പോയി. റോയ് പെരേരയ്ക്കുണ്ടായ ആഹ്ലാദം ചെറുതൊന്നുമല്ലായിരുന്നു. ഒടുവിൽ താൻ മീരയെ കണ്ടെത്തിയിരിക്കുന്നു. അവളെക്കുറിച്ചുള്ള എല്ലാ ദുരൂഹതകളും നീങ്ങാൻ പോകുന്നു. 5 മിനിറ്റ് കഴിഞ്ഞാണ് സിസ്റ്റർ മടങ്ങി വന്നത്. അകത്തേക്ക് വരൂ. സിസ്റ്ററിന്റെ പിന്നാലെ അയാൾ അകത്തേക്ക് നടന്നു. ഇടനാഴിയിലൂടെ നീങ്ങി ഒരു മുറിയുടെ മുന്നിൽ അവരെത്തി. അകത്തേക്ക് ചെന്നോളൂ, അറിയേണ്ടതെല്ലാം പറഞ്ഞു തരും, സിസ്റ്റർ മന്ദഹസിച്ചു. താങ്ക് യു സിസ്റ്റർ. വാതിൽ തുറന്ന് റോയ് പെരേര മുറിയിൽ കടന്നു. അതൊരു ലൈബ്രറിയാണെന്ന് അയാൾക്ക് തോന്നി. അലമാരയ്ക്ക് അഭിമുഖമായി വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അയാൾക്കു നേരെ പുറം തിരിഞ്ഞു നിന്ന് പുസ്തകം തിരയുന്നുണ്ട്. വെള്ള സാരി ചുമലിലൂടെ പുതച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മദർ. ഗുഡ് ഈവനിങ്. തിരിയാതെ അവർ പ്രതികരിച്ചു. എന്താണ് മിസ്റ്റർ റോയ് പെരേരയ്ക്ക് അറിയാനുള്ളത്? ആ ചോദ്യം കേട്ട് അയാൾ പകച്ചു. തന്റെ പേരിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. കർത്താവേ, ഇതെന്തു മറിമായം? ചോദിച്ചോളൂ. എല്ലാ സംശയത്തിനും നിവൃത്തി വരുത്തിയേ നിങ്ങളെ ഞാൻ മടക്കി അയക്കൂ. ഒരു പുസ്തകമെടുത്ത് ആ സ്ത്രീ പേജുകൾ തുറന്നു. റോയ് പെരേര നാവിറങ്ങിയ മട്ടിൽ നിന്നു. ആ സ്ത്രീ മെല്ലെ അയാളുടെ നേരെ തിരിഞ്ഞു വന്നു. ഷോക്കേറ്റ പോലെ റോയ് പെരേര തുള്ളി വിറച്ചുപോയി. മീര. കണ്ണു തിരുമ്മി റോയ് പെരേര ആ മുഖത്തേക്ക് നോക്കി. സൗമ്യമായ മന്ദഹാസമാണ് ആ മുഖത്തെ പ്രക്ഷോഭമാക്കിയത്. മീരയുടെ രൂപത്തിൽ 2 പേരുണ്ടോ?
കൊടുങ്കാറ്റിലെ ഇല്ലിമുള പോലെ റോയ് പെരേര നിന്നാടി. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടണിൽ കൂടി പ്രസ് ചെയ്യുക. ഒപ്പം ഈ കഥയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.